ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വഴുതനങ്ങ കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വ്യത്യസ്തമായ റെസിപ്പിയാണ് കേട്ടോ. കാരണം വഴുതനങ്ങ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ഇഷ്ടമല്ലാത്ത ഒന്നാണ്. പക്ഷേ കുറച്ച് വ്യത്യസ്തമായിട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്നതാണ്. വഴുതനങ്ങ വറുത്തരച്ച് തീയലൊക്കെ ചെയ്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വഴുതനങ്ങ ഇഷ്ടമല്ലാത്തവർ വ്യത്യസ്തമായിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. സിമ്പിളാണ്, എന്നാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിനകത്തേക്ക് ഒരു 2 പച്ചമുളക്, ഒരു 5-6 വെളുത്തുള്ളി. ഇത് വലിയ വെളുത്തുള്ളിയാണ്, ഞാൻ 1-2 പീസാക്കി കട്ട് ചെയ്തിട്ടാണ് കേട്ടോ. അത്യാവശ്യം വലുപ്പമുള്ളതാണെങ്കിൽ ഒരു 5-6 എണ്ണമൊക്കെ എടുക്കാം. ചെറുതാണെങ്കിൽ ഒരു 10 എണ്ണം വരെയൊക്കെ എടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്. നല്ലൊരു പിടിയോളം മല്ലിയില ചേർക്കുന്നുണ്ട്. എത്രത്തോളം മല്ലിയില ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റാണ്. എരിവിനനുസരിച്ച് പച്ചമുളക് 2 പച്ചമുളക് ചേർത്ത് കൊടുത്തു. അത്യാവശ്യം എരിവുള്ളതാണ്. നമുക്കൊരു 7-8 വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു പൊട്ട് പുളി കൂടി ചേർക്കാം. പുളിയുടെ അളവങ്ങ് ഒരുപാട് കൂടരുത്, ഒരു പൊട്ട് മതി. ചേർത്തിട്ട് നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട, നല്ല മഷി പോലെ അരച്ചെടുത്ത് കൊണ്ടുവരാം. വെള്ളം ഒഴിക്കരുത് കേട്ടോ. വെള്ളം ഒഴിക്കാതെ എത്രത്തോളം നന്നായി അരയ്ക്കാവോ അത്രത്തോളം നന്നായി അരച്ചെടുക്കുക. അപ്പോൾ നമുക്ക് മല്ലിയിലയൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും കേട്ടോ. അതൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കൊരു പാൻ എടുക്കാം. മീഡിയം ടൈപ്പ്, അത്യാവശ്യം വലുപ്പമുള്ള 2 വഴുതനങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എന്നിട്ടത് കനം കുറച്ചതാണ്, ഇതുപോലെ കനം കുറച്ചെടുത്തു. എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് അത്യാവശ്യം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടണം കേട്ടോ. ഒന്ന് സോഫ്റ്റായി വരണം. ഒരുപാടങ്ങ് കുഴയുന്ന പരുവാവരുത്, എന്നാൽ നന്നായി ഒന്ന് കളർ ചേഞ്ച് ആയി വരുന്ന സമയം ഒരിത്തിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നമുക്ക് വഴറ്റിയെടുത്താൽ മതി. വഴുതനങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വഴുതനങ്ങ റെസിപ്പീസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാം വ്യത്യസ്തമായ റെസിപ്പീസാണ് കേട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരു ഹൈപ്പ് ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ലൈക്ക് ചെയ്യുന്നില്ലേ, ലൈക്ക് ചെയ്യുന്ന അവിടെ ഇങ്ങനെ കുറേ ഷെയർ അങ്ങനെ പറഞ്ഞ് ഡൗൺലോഡ് അങ്ങനെ കുറേ ഓപ്ഷൻസ് കൊടുത്തിരിക്കും. അതിൽ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ്. അപ്പോൾ ആ ഒരു ഹൈപ്പിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പോയിൻറ്റ്സിൽ വരും. അവിടെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഹൈപ്പ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ഓപ്ഷൻ കൂടി നിങ്ങളൊന്ന് യൂസ് ചെയ്യുക കേട്ടോ. ഹൈപ്പ് എന്നൊരു ഓപ്ഷനാണ്. ആ ഒരു ലൈക്ക് ചെയ്യുന്ന ആ ഒരു റോയിൽ തന്നെ ഉണ്ടാവും. കുറച്ച് ഇങ്ങോട്ട് നീക്കി നോക്കിയാൽ മതി. അപ്പോൾ അറിയാവുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് മതി. ഒന്ന് കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അത് ഞാൻ ആ പാത്രത്തിലേക്കൊന്ന് മാറ്റി വെച്ചു. ഇനി എണ്ണ ഉണ്ടെങ്കിൽ സെയിം എണ്ണയിൽ തന്നെ, അല്ലെങ്കിൽ ഒരു ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇത്തിരി കടുകും ഒരു നുള്ളി ചെറിയ ജീരകവും കൂടി ഇട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. അത് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിനകത്തേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവോള കനം കുറച്ച് അരിഞ്ഞ് ചേർത്ത് കൊടുത്തു. സവോളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങയിൽ ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് ഉപ്പ് ചേർക്കുക കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ലപോലെ ഒന്ന് വാടി കിട്ടിക്കോട്ടെ. നല്ലപോലെ ഒന്ന് കളർ ചേഞ്ച് ആയി വരണം. ഒന്ന് കളർ ചേഞ്ച് ആയി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഒരു കൂട്ടുണ്ടല്ലോ, പച്ചമുളകിൻ്റെയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും പുളിയും എല്ലാം കൂടെ ചേർത്തൊരു കൂട്ട്, ആ ഒരു കൂട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറുന്ന വരെ നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വഴറ്റിയെടുക്കാം. പുളി ഒരുപാട് ചേർക്കരുത്, ഒരു പൊട്ട് പുളിയെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ആ ഒരു റോ ടേസ്റ്റ്, ആ ഒരു ചേർത്ത മസാലകളുടെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറിക്കഴിയുമ്പോൾ ഒരു ചെറിയ തക്കാളി, നല്ല പഴുത്ത തക്കാളി എടുക്കുക, ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല ചെറുതായിട്ട് അരിയട്ടോ, അപ്പോൾ പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും. നല്ല പഴുത്ത തക്കാളിയാണ് കൂടുതൽ ടേസ്റ്റ്. ഒരുപാട് വലിയ തക്കാളി എടുക്കരുത്, ചെറുത് ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ പുളി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തക്കാളിയും കൂടെ ചേർക്കുമ്പോൾ ടേസ്റ്റ് ഓവറായി പോകും. എന്നിട്ടൊന്ന് നല്ലപോലെ വഴറ്റിയെടുത്ത് തക്കാളി ഒന്ന് വാടി വരുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം സ്വല്പം വെള്ളം, ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കുക. ആ മസാലയൊക്കെ ഒന്ന് ജോയിൻ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതൊന്ന് ഡ്രൈ ആയി തുടങ്ങുമ്പോൾ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനങ്ങയുടെ കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്.
ഇതിൽ നമ്മൾ വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ഈ ഒരു ചേർത്ത മസാലകൾ മാത്രമാണ്. മല്ലിയിലൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. നല്ല ഒരു പിടി നിറച്ചൊക്കെ എടുക്കാം കേട്ടോ. മല്ലിയില നല്ല ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറും ഒക്കെ കിട്ടും. എന്നിട്ട് വഴുതനങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഫ്ലെയിം ഒന്ന് നല്ല കുറച്ച് വെച്ച് ഒന്ന് കുറച്ച് നേരം അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. കാരണം ഓൾറെഡി നമ്മുടെ വഴുതനങ്ങയൊക്കെ വഴറ്റിയതാണ്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഇനി നമ്മളിതിനകത്തേക്ക് ഒരു പൊട്ട് ശർക്കര ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പൊടിച്ചിട്ട് ഒരു ചെറിയൊരു പീസ് മതിയാവും. ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. ഓപ്ഷണലാണ്, പക്ഷെ ചേർത്താൽ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു ചെറിയൊരു മധുരവും ഒക്കെ ചേർത്തിട്ട് ഒരു പ്രത്യേക സ്വാദാണ്. ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കുക. അധികം ചേർക്കരുത്, ഒരു ഇത്തിരി പൊടിച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വ്യത്യസ്തമായ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ വഴുതനങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളി ചേർക്കുമ്പോൾ ചെറിയൊരു തക്കാളിയെ ചേർക്കാവൂ, ഒരുപാട് കൂടുതൽ ചേർക്കരുത്. പുളിയും ഒരു നുള്ളു പുളിയെ ചേർക്കാവൂ കേട്ടോ, അല്ലെങ്കിൽ ആ ഒരു പുളിയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ വഴുതനങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക, വഴുതനങ്ങ റെസിപ്പീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഇതുവരെ വഴുതനങ്ങ കൊണ്ടുള്ള ഇട്ടിരിക്കുന്ന എല്ലാ റെസിപ്പീസും അതിലുണ്ടാവും. അപ്പോൾ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് ഉടയ്ക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇച്ചിരി തവി കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചൊന്ന് ജോയിൻ ചെയ്താൽ കുറച്ചുകൂടി നല്ലൊരു ടെക്സ്ചറും കിട്ടും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയുടെ കൂടെ, അങ്ങനെ നമുക്ക് ദോശയുടെ കൂടെ എന്തിൻ്റെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് ഹൈപ്പ് ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും, ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ പുതിയ വീഡിയോസിന് നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തില്ല. അതിനായിട്ടാണ് അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാൻ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്, റിപ്ലൈ തരുന്നതായിരിക്കും. എന്തെങ്കിലുമൊക്കെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നേരത്തെ ഇട്ട വീഡിയോസൊക്കെ കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണുക കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണാതിരുന്നു കഴിഞ്ഞാൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പം വ്യത്യസ്തമായ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.